കുടജാദ്രി മലയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. കർണാടക സംസ്ഥാനത്ത് ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂരിൽ സൗപർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം. മൂകാംബിക എന്നറിയപ്പെടുന്ന ഭഗവതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു മഹാക്ഷേത്രമാണിത് കേട്ടോ. കുടജാദ്രി മലയുടെ താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള ഭഗവതി ഭക്തരുടെയും ശാക്തേയ ഉപാസകരുടെയും ഒരു പുണ്യ കേന്ദ്രം കൂടിയാണിത്. എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ ദർശനം അനുവദനീയമാണ്. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയായ സാക്ഷാൽ ആദിപരാശക്തി, മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളുടെ ഐക്യരൂപിണിയായി മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു. ഇവിടെ 3 രീതിയിലുള്ള പ്രത്യേക പൂജയൊന്നുമില്ല. എല്ലാ പൂജകളും ഈ 3 സങ്കല്പങ്ങളെയും സമന്വയിപ്പിച്ചിട്ടുള്ളതാണ്. ശ്രീചക്രപീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടിയുള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് ഇവിടത്തെ പ്രതിഷ്ഠ. ആദിപരാശക്തിയുടെ വാസസ്ഥാനമായി കരുതപ്പെടുന്ന ശ്രീചക്ര പ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട്. വടക്ക് ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പുരാതന കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട 4 അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന സങ്കല്പവുമുണ്ട്. അതിനാൽ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന ക്ഷേത്രമാണിത്. നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിൽ നല്ലൊരു ശതമാനവും കേരളത്തിൽ നിന്നാണ്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായി മൂകാംബിക ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ഇവിടെ എന്നും മലയാളികളുടെ പ്രവാഹമാണ്. എന്നെങ്കിലും മലയാളികൾ വരാതിരുന്നാൽ പരാശക്തി കേരളത്തിലേക്ക് പോകും എന്നൊരു വിശ്വാസവുമുണ്ട്. സൗപർണിക നദിയിൽ കുളിച്ച് നമുക്ക് മൂകാംബിക ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. ഞങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിൽ താമസിച്ചത് ചിത്രമൂല എന്ന് പറഞ്ഞ മൂകാംബിക ക്ഷേത്രത്തിന് തൊട്ട് മുമ്പിൽ തന്നെ ഉള്ള ആ ലോഡ്ജിലാണ്. അവിടെ ഞങ്ങൾക്ക് 3 പേർക്ക് കൂടി 600 രൂപയാണ് ചാർജ് ആയത്. തിരക്കുള്ള ദിവസങ്ങളിൽ ഇവിടെ റൂം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലാത്ത ദിവസം ഒരുപാട് റൂമുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് വിവിധ റേറ്റുകളിൽ. 600 രൂപയ്ക്കുള്ള റൂമിലാണ്, അത്യാവശ്യം സൗകര്യമുള്ള റൂമായിരുന്നു അത്. ഞങ്ങൾ അവിടെയാണ് താമസിച്ചത്. മൂകാംബിക അമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്രീ ശങ്കരാചാര്യൻ്റെ കുടജാദ്രി മലനിരകളിലൂടെ ജ്ഞാനപീഠം കൂടി ദർശിക്കാവുന്നതാണ്. അവിടത്തേക്ക് 470 രൂപയാണ് ചാർജ് വരുന്നത് ജീപ്പിന്. അത് മൂകാംബിക അമ്പലത്തിന് തൊട്ടു മുമ്പിലുള്ള പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ജീപ്പ് അവൈലബിൾ ആയിരിക്കും. 8 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായി അവരവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നതാണ്. നിങ്ങൾക്ക് സൗപർണിക നദിയിൽ കുളിച്ച് സ്നാനം ചെയ്ത് മൂകാംബിക ദർശനം നടത്താവുന്നതാണ്. മലമുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ നദിക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. കുടജാദ്രി മലകളിൽ നിന്നും ഉത്ഭവിച്ചു ക്ഷേത്രത്തിന് സമീപത്തു കൂടെ ഒഴുകുന്ന പുണ്യനദിയാണ് സൗപർണിക. അനേകം ഔഷധ ചെടികളിലൂടെ ഒഴുകി വരുന്നത് കൊണ്ട് സൗപർണിക നദിയിലെ സ്നാനം സർവ്വരോഗ നിവാരണമായി കരുതി വരുന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിനും മൂകാംബിക ദേവിക്കും കേരളീയരോടുള്ള അടുപ്പത്തെക്കുറിച്ച് ധാരാളം കഥകളുണ്ട്. മൂകാംബിക സന്നിധിയിൽ നിത്യവും മലയാളികളുടെ ഒരു പ്രവാഹമാണ്. ഇവരിൽ പലരും കലാരംഗത്തു നിന്നും ഉള്ളവരാണ് എന്നത് ശ്രദ്ധേയമാണ്. ക്ഷേത്രത്തിലെ പ്രധാന നിവേദ്യമായ ത്രിമധുരം തദ്ദേശീയരേക്കാൾ കൂടുതൽ മലയാളികൾക്ക് പ്രിയങ്കരമാണെന്നതും ഇത് കഴിച്ച മലയാളികൾക്ക് അത്ഭുതസിദ്ധി ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. വിശേഷപ്പെട്ട നാളുകളിൽ മൂകാംബിക ദർശനം നടത്തുമ്പോൾ അപൂർവമായ തിരക്ക് അനുഭവപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ഒഴിവ് നാളുകളിൽ വരുന്നത് ഉത്തമമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു സജഷൻ. നിത്യേന 5 പൂജകളും 3 ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. 5 മണിക്ക് നിർമ്മാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ്.
രാത്രിയിൽ നടയടക്കുന്ന സമയത്ത് 9 മണിയോടെ ദേവിയുടെ പ്രധാന നിവേദ്യമായ കഷായ തീർത്ഥം നേദിക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ചും ഒരു പൂജയുണ്ട്. അത് പൂർത്തിയാകുന്നതോടെ ക്ഷേത്രനട അടക്കുന്നു. ഈ കഷായം നമുക്ക് ലഭിക്കുന്നതാണ്. അടിക എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണ സമൂഹമാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രി മേൽശാന്തി സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത്. ഇവർ സാധാരണയായി ദേവിയെ മാത്രം പൂജിക്കുന്നവരാണ്. വിവാഹിതരായവർക്ക് മാത്രമേ അമ്മയെ പൂജിക്കുവാനുള്ള അനുവാദമുള്ളൂ. പ്രതിഷ്ഠ ശിവശക്തി ഐക്യഭാവത്തിലുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിബന്ധന. ഭട്ട് എന്നറിയപ്പെടുന്ന മറ്റൊരു ബ്രാഹ്മണ സമൂഹമാണ് ഇവിടെ കീഴ്ശാന്തി പണി ചെയ്തു വരുന്നത്. മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ വന്നപ്പോൾ എന്തൊക്കെയോ ഒരു പവർ നമ്മളുടെ മനസ്സിന് അനുഭവപ്പെടുന്നതായി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വളരെ പവർഫുള്ളായ ദേവിയാണ് ഇവിടുത്തത്.